ഓം ശാന്തി 14/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് സ്വയത്തെ അലങ്കരിക്കൂ. പരചിന്തനത്തിലൂടെ തന്റെ അലങ്കാരം നശിപ്പിക്കരുത്, സമയം പാഴാക്കരുത്. ചോദ്യം: നിങ്ങൾ ബാബയെക്കാളും സമർത്ഥരായ ഇന്ദ്രജാലക്കാരാണ്. എങ്ങനെ? ഉത്തരം: ഇവിടെ ഇരിക്കെ നിങ്ങൾ ലക്ഷ്മി നാരായണന് സമാനം സ്വയത്തെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കെ സ്വയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതും മായാജാലമാണ്. കേവലം അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകുന്നു. കയ്യോ കാലോ അനക്കേണ്ട ആവശ്യം പോലുമില്ല. കേവലം ചിന്തയുടെ കാര്യമാണ്. യോഗത്തിലൂടെ നിങ്ങൾ ശുദ്ധവും സ്വച്ഛവും തിളക്കമുള്ളവരുമായി തീരുന്നു. നിങ്ങളുടെ ആത്മാവും ശരീരവും സ്വർണമായി മാറുന്നു. ഇതും അത്ഭുതമല്ലേ? ഓം ശാന്തി. ആത്മീയ ഇന്ദ്രജാലക്കാരനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് ബാബയെക്കാളും സമർത്ഥരായ ഇന്ദ്രജാലക്കാർക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ ഇരുന്ന് ആരും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ബാബ അഥവാ പ്രിയതമൻ പ്രിയതമകൾക്ക് യുക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയതമൻ ചോദിക്കുന്നു, ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സ്വയത്തെ ഈ ലക്ഷ്മി നാരായണന് സമാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് തന്നെയാണ്. ബാബ പറയുകയാണ്, ഇതുപോലെ അലങ്കരിക്കപ്പെട്ടവരാകണം. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഭാവിയിലെ അമരപുരിയിലേക്ക് പോകണം എന്നതാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്തു ചെയ്യുകയാണ്? സ്വർഗത്തിലെ അലങ്കാരത്തിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എന്തു പറയും? ഇവിടെ ഇരുന്നു കൊണ്ട് സ്വയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബാബ ഒരു മന്മനാഭവയുടെ ചാബി തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യമല്ലാതെ മറ്റ് യാതൊരു തെറ്റായ കാര്യങ്ങളും കേട്ട് കേൾപ്പിച്ച് സമയം പാഴാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ അലങ്കാരത്തിൽ മുഴുകിയിരിക്കൂ. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമുള്ളത്? നിങ്ങൾ നിങ്ങളുടെ പുരുഷാർത്ഥത്തിൽ ഇരിക്കൂ. എത്ര വിവേകത്തിന്റെ കാര്യങ്ങളാണ്! ഏതെങ്കിലും പുതിയവർ കേൾക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടും. നിങ്ങളിൽ ചിലർ തന്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ കൂടുതൽ കേടുവന്നുകൊണ്ടിരിക്കുകയാണ്. പരചിന്തനം മുതലായവയിൽ സമയം പാഴാക്കിക്കൊണ്ടേയിരിക്കുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ സ്വയത്തെ മാത്രം നോക്കൂ. അതായത്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ ചെറിയ യുക്തി പറഞ്ഞു തന്നിരിക്കുന്നു. ഒരൊറ്റ ചെറിയ അക്ഷരം, മന്മനാ ഭവ. നിങ്ങൾ എവിടെ ഇരിക്കുകയാണ്, എന്നാൽ മുഴുവൻ സൃഷ്ടിയുടെയും ചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ വിശ്വത്തിന്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര കോടാനുകോടി ഭാഗ്യശാലികളാണ്! ഇവിടെ ഇരിക്കെ നിങ്ങൾ എത്ര കർത്തവ്യമാണ് ചെയ്യുന്നത്! കയ്യോ കാലോ അനക്കേണ്ടതിന്റെ കാര്യം തന്നെ ഇല്ല. കേവലം ചിന്തയുടെ കാര്യമാണ്. നിങ്ങൾ പറയും, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉയർന്നതിലും ഉയർന്ന വിശ്വത്തിന്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രം എത്ര ഉയർന്നതാണ്! ഈ യോഗത്തിലൂടെ തന്നെ നിങ്ങളുടെ പാപം ഭസ്മമായി തീരും. അങ്ങനെ നിങ്ങൾ ശുദ്ധമായി വളരെ ശോഭ നിറഞ്ഞവരായി തീരും. ഇപ്പോൾ ആത്മാവ് പതീതമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെയും അവസ്ഥ നോക്കൂ, എന്തായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും സ്വർണമായി തീരും.
ഇത് അത്ഭുതമല്ലേ? അതുകൊണ്ട് ഇങ്ങനെ സ്വയത്തെ അലങ്കരിക്കണം. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ബാബ എല്ലാവർക്കും ഒരേ ഒരു വഴി പറഞ്ഞു തരുന്നു. അല്ലാഹുവും സമ്പത്തും കേവലം അല്ലാഹുവിന്റെ കാര്യമാണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലങ്കാരം മുഴുവൻ മാറും. നിങ്ങൾ ബാബയെക്കാളും വലിയ മായാജാലക്കാരാണ്. നിങ്ങൾക്ക് യുക്തി പറഞ്ഞു തരികയാണ്. അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകും. തന്റെ അലങ്കാരം ചെയ്യാത്തതിലൂടെ നിങ്ങൾ വെറുതെ സ്വയത്തെ നഷ്ടത്തിലാണ് എത്തിക്കുന്നത്. ഇത്രയെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഭക്തി മാർഗത്തിൽ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്. മുഴുവൻ അലങ്കാരങ്ങളും തന്നെ നശിച്ച് എന്തായിരിക്കുന്നു. ഇപ്പോൾ ഒരേ ഒരു വാക്കിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തന്ന് റീഫ്രഷ് ആക്കുന്നു. ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നു. അഥവാ ആരുടെയെങ്കിലും ഓർമ്മ മറ്റെന്തെങ്കിലും വശത്തേക്കാണെങ്കിൽ അലങ്കാരം ഉണ്ടാകില്ല. നിങ്ങൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബ വരുന്നത് തന്നെ ഇതുപോലെ അലങ്കാരം ഉണ്ടാക്കുന്നതിനാണ്. അത്ഭുതമാണ് ശിവ് ബാബ അങ്ങയുടേത്. അങ്ങ് ഞങ്ങളുടെ എത്ര അലങ്കാരമാണ് ചെയ്യുന്നത്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും തന്റെ അലങ്കാരം ചെയ്യണം. ചിലർ തന്റെ അലങ്കാരം ചെയ്തതിനു ശേഷം പിന്നീട് മറ്റുള്ളവരുടേതും ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ തന്റെ അലങ്കാരം ചെയ്യുന്നുമില്ല, മറ്റുള്ളവരുടെ അലങ്കാരം നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ കേൾപ്പിച്ച് അവരുടെ അവസ്ഥയെയും താഴെ വീഴ്ത്തുന്നു. സ്വയവും അലങ്കാരത്തിൽ നിന്ന് ദൂരെയിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവരെയും ദൂരെയാക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ആഴത്തിൽ ചിന്തിക്കൂ. ബാബ എങ്ങനെയുള്ള യുക്തികളാണ് പറഞ്ഞു തരുന്നത്. ഭക്തി മാർഗത്തിലെ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ ഈ യുക്തികളൊന്നും വരില്ല. ശാസ്ത്രങ്ങളുള്ളത് ഭക്തി മാർഗത്തിലാണ്. രാത്രിയും പകലും ഉണ്ടെങ്കിൽ രണ്ടിനെയും അംഗീകരിക്കില്ലേ? ഇതാണ് പരിധിയില്ലാത്ത രാത്രിയും പകലും. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം ചെയ്യൂ. സമയം പാഴാക്കരുത്. സമയം വളരെ കുറച്ചാണ് ഉള്ളത്. നിങ്ങളുടെ ബുദ്ധി വളരെ വിശാലമായിരിക്കണം. പരസ്പരം വളരെ സ്നേഹമുണ്ടായിരിക്കണം. സമയം പാഴാക്കരുത്. കാരണം നിങ്ങളുടെ സമയം വളരെ മൂല്യമുള്ളതാണ്. നിങ്ങൾ കക്കയിൽ നിന്ന് വജ്രമായി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല. എന്താ, ഏതെങ്കിലും കഥയാണോ? ബാബ ഒരു കാര്യം മാത്രമാണ് കേൾപ്പിക്കുന്നത്. വലിയ വലിയ ആളുകളോട് കൂടുതൽ സംസാരിക്കരുത്. ബാബയാണെങ്കിൽ സെക്കൻഡിലാണ് ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു തരുന്നത്. ബാബ തന്നെയാണ് ഏറ്റവും ഉയർന്ന അലങ്കാരങ്ങൾ നൽകുന്നയാൾ. അതുകൊണ്ടാണ് ബാബയുടെ തന്നെ ചിത്രം ഏറ്റവും അധികം പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾ എത്രത്തോളം വലുതായിരിക്കുമോ ക്ഷേത്രവും അത്രത്തോളം വലുതുണ്ടാക്കും. അലങ്കാരവും വലുതായിരിക്കും. മുൻപെല്ലാം ദേവതകളുടെ ചിത്രത്തിൽ വജ്രമാല അണിയിച്ചിരുന്നു. ബ്രഹ്മബാബയ്ക്ക് അനുഭവമില്ലേ? ബാബ സ്വയം ലക്ഷ്മി നാരായണനു വേണ്ടി വജ്രമാല ഉണ്ടാക്കിയിരുന്നു. വാസ്തവത്തിൽ ഇദ്ദേഹത്തെ പോലെ അലങ്കാരമുണ്ടാക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, തന്റെ സമയം പാഴാക്കരുത്. മറ്റുള്ളവരുടേത് പാഴാക്കിക്കുകയും അരുത്. ബാബ വളരെ സഹജയുക്തി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം ഇല്ലാതാകും.
ഓർമ്മ കൂടാതെ ഇത്രയും അലങ്കാരം ഉണ്ടാകുക സാധ്യമല്ല. നിങ്ങൾ ലക്ഷ്മി നാരായണനായി മാറുന്നവരല്ലേ? ദൈവിക സ്വഭാവം ധാരണ ചെയ്യണം. ഇതിൽ പറയേണ്ടതിന്റെ പോലും ആവശ്യമില്ല. എന്നാൽ കല്ലുബുദ്ധിയായത് കാരണം എല്ലാം മനസ്സിലാക്കി തരേണ്ടി വരുന്നു. ഒരു സെക്കൻഡിന്റെ കാര്യമാണ്. ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ മറക്കുന്നതിലൂടെ എത്ര അലങ്കാരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. ബാബയാണെങ്കിൽ പറയുന്നത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അലങ്കരിച്ചുകൊണ്ടേയിരിക്കൂ എന്നാണ്. എന്നാൽ മായയും കുറവല്ല. ചിലർ എഴുതാറുണ്ട്, ബാബ അങ്ങയുടെ മായ വളരെ ബുദ്ധിമുട്ടിക്കുന്നു. നോക്കൂ, എന്റെ മായയോ എങ്ങനെ? ഇത് കളിയല്ലേ? ഞാൻ നിങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എന്റെ മായയാകും? ഈ സമയം പൂർണമായും മായയുടെ രാജ്യമാണ്. ഏതുപോലെയാണോ ഇവിടത്തെ രാത്രിയിലും പകലിലും മാറ്റം സംഭവിക്കാത്തത്, ഇത് പിന്നീട് പരിധിയില്ലാത്ത രാത്രിയും പകലുമായി മാറുന്നു. ഇതിൽ സെക്കൻഡിന്റെ പോലും മാറ്റമുണ്ടാകുക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഇതുപോലെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, ചക്രവർത്തി രാജാവാകണമെങ്കിൽ ചക്രം കറക്കിക്കൊണ്ടേയിരിക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ തന്നെ കഴിയൂ. ഇതിലെല്ലാം ബുദ്ധി കൊണ്ടെടുക്കേണ്ട ജോലിയാണ്. ആത്മാവിൽ തന്നെയാണ് മനസ്സും ബുദ്ധിയും ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കടുത്ത ജോലികളൊന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ സ്വയത്തെ അലങ്കരിക്കാൻ വേണ്ടിയാണ്, റീഫ്രഷ് ആകാനാണ്. ബാബ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ബാബയുടെ അടുത്ത് വരുന്നത് സന്മുഖത്തു നിന്ന് പുതിയ പുതിയ പോയിന്റുകൾ കേൾക്കുന്നതിനാണ്. പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാമാണോ കേട്ടത് അതെല്ലാം പുറത്തേക്ക് പോകുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സഞ്ചിക്ക് ഓട്ടയിടുന്നു. എന്താണോ കേട്ടത് അതിൽ മനന ചിന്തനം ചെയ്യുന്നില്ല. നിങ്ങൾക്കായി ഇവിടെ ഏകാന്തതയ്ക്കുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. പുറം ലോകത്താണെങ്കിൽ ധാരാളം ചോരകുടിയന്മാർ കറങ്ങി നടക്കുന്നുണ്ട്. പരസ്പരം കൊല നടത്തി പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളുടെ ഈ സമയം വളരെ മൂല്യമുള്ളതാണ്. ഇതിനെ നിങ്ങൾ പാഴാക്കരുത്. സ്വയത്തെ അലങ്കരിക്കാനുള്ള ധാരാളം യുക്തികൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഉദ്ധരിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നതിനാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. സമയം പാഴാക്കരുത്. ജോലി വേലകളെല്ലാം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഈ കാണുന്ന മുഴുവൻ ആത്മാക്കളും ഒരു പരമപിത പരമാത്മാ പ്രിയതമന്റെ പ്രിയതമകളാണ്. മറ്റെല്ലാ ഭൗതിക കഥകളും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാബ പറയുകയാണ്, അതെല്ലാം മറക്കൂ. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു, പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയുടേതു മാത്രമായി തീരും. അനവധി പ്രിയതമകളുടെ പ്രിയതമൻ ഒന്നാണ്. ഭക്തിമാർഗത്തിൽ പറയുന്നു, ബ്രഹ്മത്തിൽ ലയിക്കും. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് പോലും മോക്ഷം പ്രാപിക്കാൻ സാധിക്കില്ല. ഇത് അനാദി നാടകമാണ്. ഇത്രയധികം അഭിനേതാക്കളുമുണ്ട്. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാകുക സാധ്യമല്ല. ബാബ പറയുന്നു, കേവലം ഒരു അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അലങ്കാരം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനായിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ വരുന്നുണ്ട്, അനേക പ്രാവശ്യം നമ്മൾ ഈ അലങ്കാരം ചെയ്തിട്ടുണ്ട്. കൽപ്പകൽപ്പം ബാബ അങ്ങ് വരും, ഞങ്ങൾ അങ്ങയിൽ നിന്ന് മാത്രം കേൾക്കും. എത്ര ഗൂഹ്യമായ അറിവുകളാണ്. ബാബ യുക്തി വളരെ നല്ലത് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ബാബയിൽ സമർപ്പണമാകും. പ്രിയതമനും പ്രിയതമയും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇവിടെയാണെങ്കിൽ എല്ലാ ആത്മാക്കൾക്കും ഒരു പ്രിയതമനാണ്. ഭൗതികമായ ഒരു കാര്യവുമില്ല. എന്നാൽ നിങ്ങൾക്ക് സംഗമയുഗത്തിൽ മാത്രമാണ് ബാബയിൽ നിന്ന് ഈ യുക്തി ലഭിക്കുന്നത്. നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ, കഴിച്ചോളൂ, കുടിച്ചോളൂ, ചുറ്റിക്കറങ്ങിക്കോളൂ, ജോലി ചെയ്തോളൂ. എന്നാൽ തന്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കൂ. ആത്മാക്കളെല്ലാവരും ഒരു പ്രിയതമന്റെ പ്രിയതമകളാണ്. ആ പ്രിയതമനെ മാത്രം, ഒരാളെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ചില കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ 24 മണിക്കൂറും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സദാ ആർക്കും ഓർമ്മിക്കാൻ സാധിക്കില്ല. കൂടിയാൽ 2.5 മണിക്കൂർ വരെ. അഥവാ കൂടുതൽ എഴുതുകയാണെങ്കിൽ ബാബ അംഗീകരിക്കില്ല. മറ്റുള്ളവർക്ക് സ്മൃതി നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇതിൽ എന്തെങ്കിലും ചിലവുണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഇത് മാത്രം മതി. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. എങ്കിൽ നിങ്ങളുടെ പാപം മുറിഞ്ഞു പോകും. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ഒരു പതീതനും ശാന്തിധാമത്തിലേക്കോ സുഖധാമത്തിലേക്കോ പോകാൻ സാധിക്കില്ല. ബാബ കുട്ടികളോട് പറയുകയാണ്, സ്വയത്തെ ആത്മാ സഹോദരൻ എന്ന് മനസ്സിലാക്കൂ. 84 ജന്മങ്ങളുടെ പാർട്ട് ഇപ്പോൾ പൂർത്തിയാകുകയാണ്. ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കാനുള്ളതാണ്. ഡ്രാമയെ നോക്കൂ, എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് ഡ്രാമ. ലോകത്തിലാണെങ്കിൽ ആരും ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തരും അവരവരോട് ചോദിക്കണം, ഞാൻ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടെങ്കിൽ അലങ്കാരവും വളരെ നല്ലതായിരിക്കും. തലതിരിഞ്ഞ കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ച് അഥവാ തന്റെ അലങ്കാരം കേടുവരുത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടേതും കേടുവരുത്തുകയാണ്. കുട്ടികൾ ഈ ലഹരിയിൽ മുഴുകിയിരിക്കണം. അതായത് നമുക്കെങ്ങനെ ഇതുപോലെ അലങ്കാരധാരിയായി മാറാം. ബാക്കി എന്താണോ ഉള്ളത് അത് മതി. കേവലം വയറിന് സഹജമായി 2 ചപ്പാത്തി ലഭിക്കണം. വാസ്തവത്തിൽ വയറ് ധാരാളം കഴിക്കില്ല. നിങ്ങൾ സന്യാസിയാണ്, എന്നാൽ രാജയോഗിയാണ്. വളരെ ഉയർന്നതുമല്ല, താഴ്ന്നതുമല്ല. കഴിക്കൂ നന്നായി, എന്നാൽ ശീലമാകരുത്. ഈ ഓർമ്മ എല്ലാവർക്കും നൽകൂ. ശിവബാബയെ ഓർമ്മയുണ്ടോ? സമ്പത്ത് ഓർമ്മയുണ്ടോ? വിശ്വചക്രവർത്തിയുടെ അലങ്കാരം ഓർമ്മയുണ്ടോ? ചിന്തിക്കൂ, ഇവിടെ ഇരിക്കെ നിങ്ങൾക്കെന്ത് സമ്പാദ്യമാണ്? ഈ സമ്പാദ്യത്തിലൂടെ അപാര സുഖം ലഭിക്കണം. കേവലം ഓർമ്മയുടെ യാത്രയിലൂടെ. മറ്റൊരു ബുദ്ധിമുട്ടുമില്ല. ഭക്തിമാർഗത്തിൽ മനുഷ്യർ എത്രയാണ് ചതിക്കപ്പെടുന്നത്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു അലങ്കരിക്കുന്നതിന്. അതുകൊണ്ട് സ്വയം നല്ല രീതിയിൽ ചിന്തിക്കൂ. മറക്കരുത്, മായ മറപ്പിക്കുന്നു, പിന്നീട് സമയം വളരെ പാഴാക്കുന്നു. നിങ്ങളുടേതാണെങ്കിൽ ഇത് വളരെ അമൂല്യമായ സമയമാണ്. പഠിത്തത്തിന്റെ പരിശ്രമത്തിലൂടെ മനുഷ്യർ എന്തിൽ നിന്ന് എന്തായിയാണ് മാറുന്നത്. ബാബ നിങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഒരു പുസ്തകം മുതലായവയും എടുക്കേണ്ട ആവശ്യമില്ല. എന്താ ബാബ ഏതെങ്കിലും പുസ്തകം എടുക്കുന്നുണ്ടോ? ബാബ പറയുന്നു, ഞാൻ വന്ന് ഈ പ്രജാപിത ബ്രഹ്മാവിലൂടെ ദത്തെടുക്കുന്നു. പ്രജാപിതാവല്ലേ? അപ്പോൾ ഇത്രയും ശരീരവംശാവലി പ്രജകൾ എങ്ങനെയുണ്ടാകും? ദത്തെടുത്ത കുട്ടികളാണ്. സമ്പത്ത് അച്ഛനിൽ നിന്ന് ലഭിക്കണം. ബാബ ബ്രഹ്മാവിലൂടെയാണ് ദത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് മാതാപിതാവെന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്കറിയാം. ബാബയുടെ വരവ് വളരെ കൃത്യമാണ്. കൃത്യമായ സമയത്താണ് വരുന്നത്.
കൃത്യസമയത്ത് പോകുകയും ചെയ്യും. ലോകത്തിന്റെ പരിവർത്തനം സംഭവിക്കുക തന്നെ വേണം. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര ബുദ്ധിയാണ് പ്രദാനം ചെയ്യുന്നത്. ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടക്കണം. വിദ്യാർത്ഥി എന്താണോ പഠിക്കുന്നത് അത് തന്നെ ബുദ്ധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളും ഈ സംസ്കാരം കൊണ്ടുപോകുന്നു. ഏതുപോലെയാണോ ബാബയിൽ സംസ്കാരമുള്ളത് അതുപോലെ നിങ്ങളുടെ ആത്മാവിലും ഈ സംസ്കാരം നിറയുന്നു. പിന്നീട് എപ്പോഴാണോ ഇവിടെ വരുന്നത് അപ്പോൾ അതേ പാർട്ട് ആവർത്തിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് വരും. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, എന്നെ അലങ്കരിക്കുന്നതിന്റെ എത്ര പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. സമയം എവിടെയും പാഴാക്കിയില്ലല്ലോ. ബാബ ജാഗ്രതപ്പെടുത്തുകയാണ്. വ്യർത്ഥമായ കാര്യങ്ങളിൽ എവിടെയും തന്റെ സമയം പാഴാക്കരുത്. ബാബയുടെ ശ്രീമത്ത് ഓർമ്മ വയ്ക്കൂ. മനുഷ്യമതത്തിലൂടെ നടക്കരുത്. അതായത് നമ്മൾ പഴയ ലോകത്തിലാണെന്ന കാര്യമേ നിങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങൾ എന്തായിരുന്നു എന്ന് ബാബയാണ് പറഞ്ഞു തന്നത്. ഈ പഴയ ലോകത്തിൽ എത്ര അപാര ദുഃഖമാണുള്ളത്. ഇതും ഡ്രാമയനുസരിച്ച് പാഴ്ട്ട് ലഭിച്ചിട്ടുണ്ട്. ഡ്രാമയനുസരിച്ച് അനേകാനേകം വിഘ്നവും ഉണ്ടാകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഇത് ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും കളിയാണ്. അത്ഭുതകരമായ നാടകമാണ്. ഇത്രയും ചെറിയ ആത്മാവിൽ നശിക്കാത്ത അവിനാശി പാർട്ട് നിറഞ്ഞിരിക്കുന്നു. അത് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. മറ്റെല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് എങ്ങനെ നമുക്കും ലക്ഷ്മി നാരായണനെ പോലെ അലങ്കാരധാരിയായി മാറാനാകും എന്ന ലഹരിയിൽ കഴിയണം. 2. സ്വയത്തോട് ചോദിക്കണം, 1. ഞാൻ ശ്രീമത്തിലൂടെ നടന്ന് മന്മനാഭവയുടെ ചാബിയിലൂടെ എന്റെ അലങ്കാരം ശരിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? 2. തലതിരിഞ്ഞ കാര്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ കേൾപ്പിച്ച് അലങ്കാരം കേടുവരുത്തുന്നില്ലല്ലോ. 3. പരസ്പരം സ്നേഹത്തോടെയാണോ കഴിയുന്നത്? എന്റെ അമൂല്യ സമയം എവിടെയും പാഴാക്കുന്നില്ലല്ലോ. 4. ദൈവിക സ്വഭാവം ധാരണ ചെയ്തിട്ടുണ്ടോ? വരദാനം: വ്യർത്ഥ സങ്കല്പങ്ങളുടെ കാരണത്തെ മനസ്സിലാക്കി അവയെ സമാപ്തമാക്കുന്ന പരിഹാര സ്വരൂപരായി ഭവിക്കട്ടെ. വ്യർത്ഥ സങ്കല്പങ്ങൾ ഉടലെടുക്കുന്നതിന് മുഖ്യമായും 2 കാരണങ്ങളാണ് ഉള്ളത്. 1. അഭിമാനം. 2. അപമാനം. എന്നെ എന്തിനാണ് പിറകിലാക്കിയത്? എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കണം. എനിക്കും പ്രാധാന്യം ലഭിക്കണം. ഇവയിലെല്ലാം സ്വയത്തെ പ്രതി അഭിമാനമോ അപമാനമോ വരുന്നുണ്ട്. പേര്, പ്രശസ്തി, ആദരവ് ലഭിക്കേണ്ടതിൽ, മുന്നിൽ വരുന്നതിൽ, സേവനങ്ങളിൽ ഒക്കെ അപമാനമോ അഭിമാനമോ തോന്നുന്നത് തന്നെയാണ് വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് കാരണമാകുന്നത്. കാരണങ്ങളെ മനസ്സിലാക്കി അവയെ ഇല്ലാതാക്കുന്നതിനെയാണ് പരിഹാര സ്വരൂപമാകുക എന്ന് പറയുന്നത്. സ്ലോഗൻ: സൈലൻസിന്റെ ശക്തിയിലൂടെ മധുരമായ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഓം ശാന്തി.